ആദ്യത്തെ വാക്കിൽ ഹുക്കാവണം. മീൻസ് അല്ലെങ്കിൽ അവൻ ചാനൽ മാറ്റും. ആദ്യത്തെ വാക്ക് അട്രാക്ട് ചെയ്യണം. ഇപ്പോൾ RDX എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതിയ സമയത്ത് നീല നിലവേ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് എന്നോട് ചോദിച്ച സമയത്ത് ഞാനൊരു 15 ഓപ്ഷൻ ആ നീല നിലവേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞു, എടോ നീല നിലവേ എന്ന് കേൾക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അങ്ങനെ മനസ്സോടെയാണ് ആ പാട്ട് സംഭവിക്കുന്നത്. മൊത്തം പാട്ട് എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ ഒരു ഹുക്ക്, ഈ ഹുക്ക് ക്യാച്ച് ആവണം. അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഏറാമിൽ അങ്ങുവാനക്കൊള്ളു പോലെയൊക്കെയുള്ള പാട്ടുകൾ സംഭവിക്കുന്നത്. മിന്നൽ മുരളിയിലെ ഉയരെ പോലെയൊക്കെയുള്ള പാട്ടുകൾ. അല്ലാത്ത സമയത്ത് നമുക്ക് അല്ലാതെ ഈ പറയുന്ന കുടുക്കുപൊട്ടി ഉപ്പായും മറ്റേ വാടൊക്കെ എഴുതേണ്ടി വരും. അത് നമ്മൾക്കും അറിയാം. നമ്മൾ എഴുതുന്ന പാട്ടുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ, ഇത് എന്താണെന്നും നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ എന്താണെന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു വിവേചന ബുദ്ധി നമുക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ അത് പാട്ടെഴുത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഒരു 3-4 സുഹൃത്തുക്കൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ 3-4 സുഹൃത്തുക്കൾ വളരെ അടിച്ചു പൊളിച്ച് മദ്യപിച്ചിട്ട് ഒരു ട്രെയിൻ യാത്ര പോകുന്ന സമയത്ത് പിച്ചക പൂങ്കാവുകൾക്കും അപ്പുറം എഴുതാൻ ഇന്നത്തെ ഒരു സംവിധായകൻ സമ്മതിക്കാൻ എനിക്ക് തോന്നുന്നില്ല.